അത് കോടതിയിലേക്ക് വരെ എത്തുന്ന പ്രശ്നമായി ഉയർന്നു പോകും ഏതെങ്കിലും ഒരു കക്ഷി മൗനം ദീക്ഷിച്ചാൽ. അതുപോലെ കുടുംബത്തിനിടയിൽ മൗനം ദീക്ഷിക്കുന്നത് കൊണ്ട് അകൽച്ചയില്ലാതെയാകുന്നു, അതുപോലെ പിണക്കമില്ലാതെയാകുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മൗനം ദീക്ഷിക്കുന്നത് കൊണ്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആന് ഒരു സംഭവം പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജ്യേഷ്ഠ സഹോദരങ്ങള് കൊണ്ടുപോയി കിണറ്റിലിടുന്നു. അവിടുന്ന് കച്ചവട സംഘം അവിടുന്ന് കൂട്ടി എടുത്തിട്ട് മിസ്രിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നു. എന്നിട്ട് ആ കച്ചവട സംഘത്തിനോട് മിസ്രിലെ രാജാവ് വാങ്ങുന്നു, കൊട്ടാരത്തിൽ വളരുന്നു, ജയിലിൽ അടക്കപ്പെടുന്നു, സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആൾ ജയിൽ മോചിതനാകുന്നു. എന്നിട്ട് ഈജിപ്തിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം എത്തുന്നുണ്ട്. അങ്ങനെ അതിനിടയിലാണ് ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു മുന്നറിയിപ്പ് ലോക രാജ്യത്ത് വരുന്നത്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് മുമ്പ് നാട് കടത്തി അല്ലെങ്കിൽ കിണറ്റിലേക്കിട്ട ആ സംഘം തന്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഭക്ഷണത്തിന് എത്തുന്ന ഒരു ചരിത്രമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഭക്ഷണത്തിനെത്തിയപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഖുർആൻ സംഭവം പറയും, ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. എന്താണ് ട്രിക്ക് എന്ന് ചോദിച്ചാല്, തന്റെ അനുജനായ ബിന്യാമിൻ കൂട്ടത്തിലുണ്ട്. ആ ബിന്യാമീന്റെ ലഗേജില് ഭക്ഷണം അളന്നു കൊണ്ടുപോകുന്ന ലഗേജിന്റെ കൂട്ടത്തിൽ അളവ് പാത്രം ഇട്ടിട്ട് തന്റെ അളവ് പാത്രം കാണില്ല. ആരാണ് അളവ് പാത്രം എടുത്തത് അവനെ ഇവിടെ പിടിച്ചു നിർത്തണം, ബിന്യാമീനെ ഇവിടെ പിടിച്ചു നിർത്തണം എന്നിട്ട് എന്റെ പിതാവിനെയും മാതാവിനെയും തന്റെ മുന്നിലെത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ട്രിക്കായിരുന്നു. അപ്പോൾ തന്റെ സഹോദരന്മാർ നേരത്തെ തന്നെ കിണറ്റിലിട്ട് തെറ്റിയ സഹോദരന്മാര് പറയുന്നൊരു വാക്കുണ്ട്, ഇവൻ മോഷ്ടിച്ചാല് ഞങ്ങൾക്കതിൽ നിന്നൊന്നും പറയാനില്ല. ബിന്യാമീന്റെ ലഗേജിൽ നിന്ന് ഈ അളവ് പാത്രം കിട്ടിയപ്പോൾ അവർ പറഞ്ഞതാ, ഇവൻ മോഷ്ടിക്കുന്നത് ഞങ്ങൾക്കൊരു അത്ഭുതമൊന്നുമില്ല. ഇവന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠനുണ്ടായിരുന്നു, അവനും വലിയ മോഷ്ടാവായിരുന്നു എന്ന് പറഞ്ഞു. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ഈ മന്ത്രിയെ പറ്റിയാണ്, ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രിയോടാണ്, അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് ഇത് അദ്ദേഹത്തിന് മനസ്സിലായി, തന്നെ പറ്റിയാണ് പറയുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം അദ്ദേഹം കാര്യം മനസ്സിലായിട്ടും അദ്ദേഹം അതിന് പ്രതികരിച്ചില്ല, രഹസ്യമായി ഗോപ്യമായി വെച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ ചില ഘട്ടങ്ങൾ നമുക്ക് മുന്നിൽ വരും. അങ്ങനെ ചില ഘട്ടങ്ങളിൽ നമ്മൾ പലതും മിണ്ടാതിരിക്കേണ്ടി വരും. ആ മിണ്ടാതിരിക്കൽ അത് വളരെ ഗുണകരമായ കാര്യമാണ്. അത് പലയിടത്തും അത്